കേരളത്തിന്റെ സൈനിക സുരക്ഷാ ഭൂപടത്തിൽ ഏറ്റവും നിർണായകമായ കൊച്ചിയിലെ നാവികസേന ആസ്ഥാനത്തിന് സമീപം വിദേശികൾ ഡ്രോൺ പറത്തി ദൃശ്യങ്ങൾ പകർത്തിയത് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. അതീവ സുരക്ഷാ മേഖലയായ INS ദ്രോണാചാര്യരുടെയും കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്തിന്റെയും ദൃശ്യങ്ങൾ പകർത്തിയ 2 അമേരിക്കൻ പൗരന്മാരെയാണ് പോലീസ് പിടികൂടിയത്. എന്നാൽ നിലവിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിദേശ ചാര സംഘടനകളുമായി ബന്ധമുള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് കൊച്ചി സിറ്റി പോലീസ് അറിയിച്ചു. 2 ദിവസം മുൻപാണ് ഫോർട്ട് കൊച്ചി മേഖലയിൽ വെച്ച് കാറ്റി മിഷേൽ ക്രിസ്റ്റഫർ എന്നീ 2 അമേരിക്കൻ പൗരന്മാർ പോലീസ് പിടിയിലാകുന്നത്. വിനോദസഞ്ചാരത്തിനെത്തിയ ഇവർ ഡ്രോൺ ഉപയോഗിച്ച് പ്രകൃതി ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിലാണ് സൈനിക കേന്ദ്രങ്ങളുടെ ഭാഗങ്ങളും ദൃശ്യങ്ങളിൽ ഉൾപ്പെട്ടത്. നാവികസേനയുടെ നിരീക്ഷണ വിഭാഗമാണ് സുരക്ഷാ മേഖലയ്ക്ക് മുകളിൽ ഡ്രോൺ പറക്കുന്നത് ആദ്യം കണ്ടെത്തിയത്. തുടർന്ന് ഇവർ പോലീസിനെ വിവരമറിയിക്കുകയും ഫോർട്ട് കൊച്ചി പോലീസ് വിദേശികളെ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു. തങ്ങൾ സഞ്ചാരികളാണെന്നും തങ്ങളുടെ യാത്രകൾ ചിത്രീകരിക്കുന്ന യൂട്യൂബർമാരാണെന്നും അവർ പോലീസിന് മൊഴി നൽകി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്യുന്ന ഇവർക്ക് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിലേക്ക് വേണ്ടിയുള്ള ദൃശ്യങ്ങളാണ് പകർത്തിയതെന്ന് അവർ അവകാശപ്പെടുന്നു. ഇന്ത്യയിലെ അതീവ സുരക്ഷാ മേഖലയിൽ ഡ്രോൺ പറത്തുന്നതിനെക്കുറിച്ചുള്ള കർശന നിരോധനത്തെക്കുറിച്ച് തങ്ങൾക്ക് അറിവില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. പ്രദേശം മനോഹരമായതിനാലാണ് ഡ്രോൺ പറത്തിയതെന്ന വിശദീകരണമാണ് അവർ നൽകിയത്. അവരുടെ കൈവശമുണ്ടായിരുന്ന ലാപ്ടോപ്പ്, മൊബൈൽ ഫോണുകൾ, ഡ്രോൺ, മെമ്മറി കാർഡുകൾ എന്നിവ പോലീസ് വിശദമായി പരിശോധിച്ചു. ഇവരുടെ യൂട്യൂബ് ചാനലിലെ മുൻകാല വീഡിയോകളും പോലീസ് നിരീക്ഷിച്ചു. ഇവയിലെങ്ങും സംശയാസ്പദമായ രീതിയിലുള്ള ഉള്ളടക്കങ്ങൾ കണ്ടെത്താൻ സാധിച്ചില്ല. ഇന്ത്യയിൽ ഡ്രോൺ പറത്തുന്നതിന് കേന്ദ്ര സർക്കാർ വ്യക്തമായ നയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ സൈനിക കേന്ദ്രങ്ങൾ, വിമാനത്താവളങ്ങൾ, തന്ത്രപ്രധാനമായ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയുടെ ചുറ്റളവ് റെഡ് സോൺ ആയിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്തരമിടങ്ങളിൽ ഡ്രോൺ പറത്തുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ്. നാവികസേന ആസ്ഥാനമായ ദ്രോണാചാര്യർക്ക് ചുറ്റുമുള്ള പ്രദേശം അതീവ സുരക്ഷാ മേഖലയാണ്. വിദേശ പൗരന്മാർ ഇന്ത്യയിൽ ഡ്രോൺ പറത്തണമെങ്കിൽ DGCA പോലെയുള്ള ഏജൻസികളിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങേണ്ടതുണ്ട്. ഇത്തരം നിയമങ്ങൾ ലംഘിച്ചതിനാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. വിദേശികൾ പിടിയിലായ ഉടനെ തന്നെ രഹസ്യാന്വേഷണ ഏജൻസികളും പോലീസും അതീവ ജാഗ്രതയിലായിരുന്നു. എന്നാൽ ഇവരുടെ മുൻകാല യാത്രാ രേഖകളും മൊഴികളും പരിശോധിച്ചപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢലക്ഷ്യങ്ങൾ ഉള്ളതായി തെളിവുകൾ ലഭിച്ചില്ല. ചാരവൃത്തിക്ക് പകരം വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി അറിയാതെ സംഭവിച്ച ഒരു നിയമലംഘനമായിട്ടാണ് പോലീസ് ഇതിനെ കാണുന്നത്. എങ്കിലും നാവികസേനാ കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങൾ ഉള്ളതിനാൽ ഇവരുടെ ഉപകരണങ്ങൾ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. കൊച്ചി പോലെയുള്ള ചരിത്രപ്രധാനമായ നഗരങ്ങളിൽ എത്തുന്ന വിദേശികളും സ്വദേശികളുമായ സഞ്ചാരികൾ ഡ്രോൺ ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ പോലീസ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഏത് പ്രദേശം ചിത്രീകരിക്കുമ്പോഴും അവിടെ ഡ്രോൺ നിരോധനം ഉണ്ടോ എന്ന് പരിശോധിക്കണം. സൈനിക കേന്ദ്രങ്ങളുടെയോ പോലീസ് ആസ്ഥാനങ്ങളുടെയോ പരിസരത്ത് യാതൊരു കാരണവശാലും ഡ്രോൺ പറത്തരുത്. നിയമലംഘനം നടത്തിയാൽ പാസ്പോർട്ട് കണ്ടുകെട്ടുന്നതും രാജ്യം വിടുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുന്നതും അടക്കമുള്ള നടപടികൾ നേരിടേണ്ടി വരും. അമേരിക്കൻ പൗരന്മാരുടെ നടപടിയിൽ ഗൂഢലക്ഷ്യങ്ങളൊന്നുമില്ലെന്ന പോലീസിന്റെ പ്രാഥമിക നിഗമനം സുരക്ഷാ ഏജൻസികൾക്ക് ആശ്വാസം നൽകുന്നുണ്ട്. എങ്കിലും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷം മാത്രമേ ഇവർക്ക് രാജ്യം വിടാനുള്ള അനുമതി നൽകുകയുള്ളൂ. നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ പോലീസ് ഇവരോട് കൊച്ചിയിൽ തന്നെ തുടരാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകളുടെ ലാബ് റിപ്പോർട്ട് വരുന്നതോടെ ഈ കേസിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കും.